ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് വ്ളോഗ് ഇത്. എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് സ്കൂള് തുറക്കുന്ന ഒരു ടൈം. ഓ മൈ ഗോഡ്, മഴയും മടിയും എല്ലാം കൂടെ ഇറ്റ്സ് ജസ്റ്റ് എപ്പോഴും ഇറ്റ് ബ്രിങ്സ് ബാക്ക് മെമ്മറീസ്. അങ്ങനെ വേദു സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് പോവാണ്. സോ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ആദ്യമേ കുറച്ച് കുറച്ചൊന്നുമല്ല കേട്ടോ, ഒരു അടിപൊളി സാധനം വേദന കിട്ടിയിട്ടുണ്ട്, അത് കാണിക്കാം. അത് കഴിഞ്ഞ് വേദന മുടി വെട്ടണം. വേദുവിൻ്റെ മുടിയുടെ കളറ് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. നമ്മൾ സമ്മർ വെക്കേഷൻ തുടങ്ങിയെത്തി ചെയ്തതാണ്. സോ മാക്സിമം അതൊക്കെ ഒന്ന് വെട്ടിക്കളയണം. ആൻഡ് വേദു ഇസ് ഗോയിങ് ടു സെക്കൻഡ് സ്റ്റാൻഡേർഡ്. നിങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ തൊട്ട് കാണുന്നവർ കുറച്ച് പേരെങ്കിലും കാണുമെന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വർഷം എന്തൊക്കെ ചേഞ്ചാ അല്ലേ. വേദുവിൻ്റെ മുടി വെട്ടിയിട്ട് കളറ് പോകുന്നില്ല കേട്ടാ. ചോയ്സ് സ്കൂളിൽ നല്ല ഉണ്ണി മാം എന്താ പറയുന്നതെന്ന് നോക്കാം. കുറച്ചേ ഉള്ളൂ. ഓക്കെ, മുട്ടത്തലാക്കണോ? ഇല്ലടാ, കുറച്ചല്ലേ ഉള്ളൂ. അത് ടീച്ചറിനോടൊപ്പം പറയാം. അറിയാതെ ചെയ്തതാണ്, കുറച്ച് കളർ 1 മന്തിൽ പോകുന്നു. ആ, കുറേ ആണെങ്കിലും പോയിക്കോളൂ. അത് കുഴപ്പമൊന്നുമില്ല. ഷോർട്ട് റെഡ് ഒന്നും കാണും. റെഡ് ഇല്ല, മുട്ടത്തലൊന്നും ആക്കുന്നില്ല. അപ്പം ഇത് വേഗം. എന്നിട്ട് നമുക്ക് ഹെയർ നല്ല മറ്റേ ക്രീം ഇട്ടിട്ട് മുടി ചീവി വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ഷോർട്ട് ഹെയർ ആയി. ഓഫ് ആനിമേ, ജാപ്പനീസ് ആനിമേ, നറീട്ടോനെ പോലെ. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, ലൂഫിയുടെ തൊപ്പി വെച്ചിട്ട് പോയല്ലോ. ആ, അപ്പൊ ഇനി വേദ പോയിക്കാം. അമ്മമ്മ കുളിപ്പിക്കും. അപ്പ മുടി വെട്ടിയിട്ട് വരാം. ഓക്കെ. നാളെ സ്കൂള് തുറക്കുക. ഇത് മതി, നോക്കട്ടെ. ശരിക്കും നീരജണ്ണനെ പോലെ തന്നെ ഉണ്ട്. നീരജണ്ണ അല്ലേ? സെക്കൻഡ് നീരജണ്ണ. നീരജന്റെ ചേച്ചിയുടെ മോനാണ്. ഫുൾ ചൈന സാധനങ്ങളാണ്, ഹൈ ക്വാളിറ്റി എക്സ്ക്ലൂസീവ് സാരികളാണ്. സോ വേദുവിന് ബ്ലാക്ക് സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതിൻ്റെ ഒരു ബാഗ് ഞാൻ ചൈന വാങ്ങി. അത് ആക്ച്വലി ട്രോളി ബാഗാണ്, പക്ഷെ ട്രോളിങ് ഒന്നും സ്കൂളിൽ എല്ലാവിടെ എല്ലാന്ന് തോന്നുന്നു. സോ ട്രോളിയെ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുവാണ്. പിന്നെ അതിൻ്റെ തന്നെ പെൻസിൽ ബോക്സും ഉണ്ട്. ഭാഗ്യത്തിന് ഞങ്ങൾ പോകുന്ന ടൈമിൽ ബുക്കൊക്കെ അമ്മ എന്നെ കവർ ചെയ്ത് വെച്ചു. സോ അത്രയും പടി പറഞ്ഞു. സോ ഇത്രയാണ് വേദുവിൻ്റെ ബുക്സ് വരുന്നത്. ബുക്സ് പക്ഷേ സ്കൂളിൽ വെച്ചിട്ട് വരുവേ. ആൻഡ് എനിക്കൊന്ന് ഫ്രൈഡേയോ അങ്ങനെയും കണ്ട് മാത്രം ബുക്സ് വീട്ടിൽ കൊടുത്തയക്കും. ബാക്കിയുള്ള എല്ലാ ദിവസവും ബുക്സ് സ്കൂളിലായിരിക്കും. അതുപോലെ തന്നെ വേദുവിൻ്റെ ഷൂസ് വാങ്ങി, അതൊന്ന് ഞാൻ കാണിക്കാം. വേദുവിന് ഞാൻ ആക്ച്വലി ഈ ഷൂസാണ് വാങ്ങിയത്. ഇത് നമ്മുടെ സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ അഡിഡാസിൻ്റെ ഷൂസാണ്. ഇതിന് മറ്റേ റണ്ണിങ് ഷൂസും കൂടിയാണ്, പ്ലസ് അത്യാവശ്യം കംഫർട്ടൊക്കെ ഉണ്ട്. സോ ഇതാണ് ഞാൻ കഴിഞ്ഞ വർഷം അവന് ഉപയോഗിച്ചു. ഭയങ്കര കംഫർട്ട്, കാരണം ഇത് മുകളിൽ തുണിയാണല്ലോ. പക്ഷേ ഇത്തവണ ഞങ്ങൾ ചൈനയിൽ പോയപ്പോൾ ഞാൻ ഈ ഒരു ഷൂസ് കണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ലുക്കിൽ ഞാൻ വീണുപോയി. ഇത് ചൈനീസ് സ്കൂൾസിന് വേണ്ടി ഉണ്ടാക്കുന്ന മാത്രം ഒരു ബ്രാൻഡാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് സ്കൂൾ കുട്ടികൾ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ കയറിയത്. ഇത് വേറെ ലെവലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. 3 ലെയർ ഫോമും അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ കൂടെ നല്ല ലുക്കും. സോ 2 ഷൂസ് മാറ്റി മാറ്റി ഇടാം. ഇത് ഫുൾ ചൈനീസ് എക്സ്ക്ലൂസീവ് ലുക്കിലായിരിക്കും പോകുന്നത് സ്കൂളിലേക്ക്. സോ അവൻ്റെ മുടിയൊക്കെ വെട്ടിച്ച് തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ ഇന്ന് തൊട്ട് ബാക്ക് ടു റൂട്ടീൻ. നേരത്തെ പിടിച്ച് കിടത്തണം. അപ്പോൾ നാളെ രാവിലെ ഞാനും പ്രിയയും കാണും അവൻ്റെ സ്കൂളിൽ കൊണ്ട് വിടാനായിട്ട്. ആൻഡ് ഈസ് വെരി എക്സൈറ്റഡ്. കാരണം അവൻ്റെ കുറേ 2 ക്ലോസ് ഫ്രണ്ട്സ് അവൻ്റെ സെയിം ക്ലാസ്സിൽ തന്നെയാണ്. എല്ലാ വർഷവും ക്ലാസ് ഷഫിൾ ചെയ്യും, പക്ഷെ ഇത്തവണ 2 പേര് അവൻ്റെ സെയിം ക്ലാസ്സിലാണ്. സോ അതിൻ്റെയൊക്കെ ഹാപ്പിനെസ്സിലാണ്. അപ്പോൾ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് രാവിലെ കാണാം. എക്സൈറ്റഡ് ആണോ സ്കൂളിൽ പോവാൻ? നോക്കട്ടെ, നേരത്തെ എഴുന്നേറ്റ് നിന്ന് യൂണിഫോം ഒക്കെ നോക്കട്ടെ. ഓ, ബിഗ് ആയി. ഇത് അമ്മയുടെ ഹൈറ്റ് ആയല്ലോ ഓൾമോസ്റ്റ്. ആരൊക്കെയുള്ള ക്ലാസ്സില്? ഓക്കെ, ബാക്കിയുള്ള ഫ്രണ്ട്സ് ആരാന്ന് പറയണം കേട്ടാ. ഓക്കെ, അപ്പൊ മോൻ പ്രേ ചെയ്യാട്ടാ. താത്തിനോടൊക്കെ പ്രേ ചെയ്തോ? ഓക്കെ, താത്തനോട് പറഞ്ഞോ പോവാന്ന്? താത്തനോട് പറഞ്ഞോ? ഓക്കെ, പോവാ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഞാൻ വരാം കേട്ടാ. ആരൊക്കെ ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെയാ നടന്നേ? ഓക്കെ, എന്തൊക്കെയാ നടന്നേന്നൊക്കെ പറയണം കേട്ടാ. ഓക്കെ, അമ്മൂമ്മയോട് പോയി പറഞ്ഞോ?
എന്തൊരു എക്സൈറ്റഡ്. ഇന്നലെ 1:30 എന്തിനാ രാത്രി എഴുന്നേറ്റ? ആ ഫസ്റ്റ് ഡേ ഇന്ന് സ്കൂള് ആക്ച്വലി ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡിന് തുറക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇന്നലെ തുറന്നു, സെക്കൻഡ് സ്റ്റാൻഡേർഡിന് ഇന്നാന്ന് തോന്നുന്നു, സെക്കൻഡും UKG അങ്ങനെ ഏതോ അതിന്റെ തിരക്കാന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ പെട്ടെന്ന് എത്തുന്ന, പക്ഷെ ഇവിടെ ഭയങ്കര ബ്ലോക്ക്. അപ്പൊ വേദുവിന് ഫസ്റ്റ് ഡേ തന്നെ വഴക്ക് കിട്ടും കേട്ടാ. സ്ക്രീനിലൊക്കെ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ കുട്ടികൾക്ക്. ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് നല്ല ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും. ഫസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്രശ്നം. അല്ലെങ്കിൽ പിക്കപ്പ് ടൈമിലാണ് ഇവിടെ ഏറ്റവും ഡിലേ. ഡ്രോപ്പിംഗിന് സാധാരണ വലിയ കുഴപ്പമില്ല. ആ വെയിറ്റ്, ബാഗൊക്കെ ഉണ്ട്. വ്ളോഗ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ വ്ളോഗ് ചെയ്യാൻ പോകുന്നേ. ഞാൻ പോവാ വീട്ടില്. വേദുവിനോട് ബായ് പറയാം. ഇനിയിലൊന്നും അല്ല വേദു. എക്സൈറ്റഡാ, ഫ്രണ്ടിനെ കണ്ടിട്ട് ഓടുവാണ്. അങ്ങനെ വേദുവിനെ ക്ലാസ് വിട്ട് ബാക്ക് ടു അവർ നോർമൽ റൂട്ടീൻ. ഞങ്ങളുടെ സ്ഥിര സ്റ്റോപ്പാണ്. ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ് 90% ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ്. ബാക്കിയുള്ളതൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. പ്രിയയുടെ ഹെൽത്തി ഫുഡ് ഫേസ് കുറച്ച് ദിവസത്തേക്കേ ഉള്ള ഹെൽത്തി ഫുഡ് ഫേസ് 4 ദിവസത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബിരിയാണിയൊക്കെ ആവുമല്ലോ. ഇനിയിപ്പോ ഭയങ്കരമായിരിക്കും കേട്ടോ. രാവിലെ ജീരകവെള്ളം, മറ്റേ ഉച്ചയ്ക്ക് ബ്ലൂബെറീസ്, സ്മൂത്തി എല്ലാം ഇനി അങ്ങനെ ആയിരിക്കും. യോഗ ഇനി കുറെ നാള് നാട്ടിലേക്ക്. എവിടെയും പോകാൻ പറ്റില്ല. ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര എക്സ്പെൻസീവ്. ആരുമില്ല. ഞങ്ങളും ഈ സമയമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കുറെ കാലത്തിന് ശേഷം. അതെ, ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനത്തെ ടൈമിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സൗകര്യമുണ്ട്. ആരും ഇല്ലാതെ ഷോപ്പ് ചെയ്യാൻ കണ്ട പോസ്റ്റില്. അതെ, ബ്ലൂബെറി മാത്രം വാങ്ങാനാണോ വന്നേ? എനിക്ക് വല്ല ബീഫ് വല്ലതും കിട്ടുമെന്ന് നോക്കണം. ഇനി അതേ പറഞ്ഞ ഹെൽത്തി ഫേസ് ആയി പ്രിയയുടെ. ഇതിന്റെ സ്ഥിരം സ്നാക്കാണ്. ഇപ്പൊ ബൈ 1 get 1 ഫ്രീ ഉണ്ട്. ഞങ്ങൾ എയർ ഫ്രൈ ചെയ്ത് സ്കൂളിലും കൊടുക്കും, വൈകുന്നേരവും കഴിക്കും. ചിക്കൻ പോപ്കോണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. മഴക്കാലം ആയതുകൊണ്ട് വേദുവിനും പ്രിയയ്ക്കും എനിക്കൊക്കെ ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഏറ്റവും ബെസ്റ്റ് കേക്കിനാണെങ്കിലും എന്തിനാണെങ്കിലും ചോക്ലേറ്റ് ഉപയോഗിക്കുന്ന കാലിബോ എന്നാണ് ഇപ്പം ഇവിടെ കിട്ടുന്നതിൽ എനിക്ക് തോന്നുന്നത്. അല്ലാതെ കോമ്പൗണ്ട്സ് ഉണ്ട്, അത് അത്രയും ഗുണമില്ല. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഏറ്റവും ഡാർക്കായിട്ടുള്ള 70%. അത് നമുക്കിവിടെ ലൂസായിട്ടും കിട്ടും. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ഇതായിട്ട് എടുക്കണമെങ്കിൽ ലൂസായിട്ടും കിട്ടും. അപ്പോൾ അതും കൂടെ എടുത്ത് നമ്മൾ ഇറങ്ങുവാണ്. പാക്കറ്റ് ബ്ലൂബെറി വാങ്ങാൻ വന്നതാ. 4000 രൂപ സ്പെൻഡ് ചെയ്തിട്ട് പോയി. കുറേ നഗറ്റ്സും. അപ്പോഴും അങ്ങനെയാ, വേണ്ടാത്ത എല്ലാം എടുക്കും കണ്ടാ. പക്ഷെ എല്ലാം കഴിക്കും. ഫുഡ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നഗറ്റ്സ് വാങ്ങി, മക്കാന വാങ്ങി, വാങ്ങിച്ചു. ഇന്ന് ഞാൻ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി തരാം. ഇന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഈ മഴയത്ത് ഹോട്ട് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ് ഡാർക്കാണ്, വിത്തൗട്ട് ഷുഗറാ. ഇതൊരു ഷുഗർ ഇല്ല. നമുക്ക് ഷുഗർ ഫ്രീ ഇടാം, സ്റ്റീവിയ ഇടാം. അപ്പൊ ഹെൽത്തി ആയില്ലേ. അങ്ങനെ ഇങ്ങോട്ട് ജിമ്മൊക്കെ റെഗുലറായി പോകാൻ തുടങ്ങുവാണ്. രാവിലെ എഴുന്നേറ്റ് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര നമ്മളിപ്പോൾ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ഒരു കോണ്ടിനെന്റൽ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ്, റിച്ച് മാൻസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പറയുന്ന പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാമെന്ന് വിചാരിച്ചത്. സോ നല്ല ചീസ് ഓംലെറ്റ്, ബേക്കൺ. പ്ലേറ്റിംഗ് ഒന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ മറ്റേ നമ്മുടെ അഗാരോന്റെ കോഫി മെഷീൻ ഉണ്ട്, അഗാരോന്റെ എയർ ഫ്രയർ ഉണ്ട്. എല്ലാ അഗാരോന്റെ ആണ്. അതിനുവേണ്ടി ഇവിടുത്തെ ഒരു പുതിയൊരു ക്യാപ്സ്യൂൾ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാബ ബുന്ദാങ്കിരി. ഞാൻ ആദ്യമായിട്ട് കേട്ട, പക്ഷെ നല്ല റിവ്യൂസ് ആണ്. അപ്പോൾ അതും ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങൾ രാവിലെ ഹോസ്റ്റിൽ പോയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അണിയൻ റിങ്സും കൂടെ ഇവിടെ കുക്കാവുന്നുണ്ട്. തന്നെ ഞാനിപ്പം ജ്യൂസും അതൊക്കെ നിർത്തി. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് കുടിക്കുന്നത്. സോ എനിക്കിതെന്താ, ഇത് ഗ്ലൂട്ടത്തിയോണ്ട് ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെ വൈറ്റമിൻ സി ഡി ഉണ്ട്. ഇങ്ങനത്തെ കുറേ FSN ടാബ്ലറ്റ് എൻ്റെ ഉണ്ട്. സോ ഇത് എനിക്ക് ഗ്യാസ് ഉള്ള ഡ്രിങ്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ ഡയറ്റ് കോക്ക് ജ്യൂസൊക്കെ നിർത്തി ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ആക്കി മൊത്തം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക്. ഓക്കെ ഗായ്സ്, സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ജിമ്മിൽ പോകണം എന്ന് വിചാരിച്ചാ സമയം കിട്ടിയില്ല. എനിക്ക് കുറച്ച് പെൻഡിങ് വ്ളോഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹാപ്പി പോഡ്സ് ബ്ലിങ്കിറ്റിലും ആമസോണിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു മീറ്റിംഗും ഉണ്ടായിരുന്നു. സോ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. ഒരു happystore.com നമ്മുടെ ലോണ്ട്രി പോഡ്സ് കിട്ടുമേ. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞു. ഞാൻ ഫോണിൽ ഒരു വർക്കൗട്ട് നോക്കിയാണ് ഞാൻ ചെയ്യുന്നത്.
യൂട്യൂബിലുണ്ട്. അത് ഗ്രോയിങ് ബനാന എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളതൊരു ആഴ്ചയിൽ 5 ടൈംസ് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. അത് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഫിറ്റ്നസ് ലെവൽ എന്തായാലും ബെറ്റർ ആവും. പിന്നെ ഇനിയിപ്പോൾ കുളിച്ച് ലഞ്ച് കഴിക്കണം. അപ്പോഴേക്കും വേദു എത്താറാവും. ലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ പെപ്പർ പോക്കാണ്. ഇതൊരു റെഡി ടു ഈറ്റ് മസാലയാണ്. നമ്മൾ പോർക്കിൻ്റെ കൂടെ മസാല മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. പക്ഷെ അമ്മ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാത്തവർ, പോർക്ക് ഇഷ്ടമുള്ളവർക്ക് നല്ല കിടിലൻ പെപ്പർ പോക്കാണ്. പിന്നെ ഒരു ചപ്പാത്തി, 3 ചപ്പാത്തി ഞാൻ കഴിക്കുന്നത്. പക്ഷേ ഇതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ചപ്പാത്തി ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഇറങ്ങിയാണ്. എനിക്കൊന്ന് ഇന്ത്യക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പ്രോഡക്റ്റ്. ഇതുകൊണ്ട് മാത്രം ചിലപ്പോൾ അവരൊരു 5000 കോടിയുടെ ബിസിനസ് ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും പ്രശ്നം ആൾക്കാരുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് അല്ലേ. ഇത് സ്വിഗ്ഗിയിൽ കണ്ടാണ്. ഐഡിയുടെ ആണ് ഇപ്പോൾ അറിയുന്നത്. സ്വിഗ്ഗിയിൽ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പ്രോട്ടീൻ ചപ്പാത്തി, 2 ചപ്പാത്തിയിൽ 11 ഗ്രാം, 4 ചപ്പാത്തി കഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം 22 ഗ്രാം. തന്നെ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ്റെ അത്രയും ഇത് കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ പൊറോട്ടയുണ്ട്. ഇത് ശരിക്കും 100 രൂപ പക്ഷേ ഇപ്പോൾ സ്വിഗ്ഗിയിൽ 40 രൂപയ്ക്ക് എങ്ങാണ്ട് കിട്ടുന്നുണ്ട്. ഇത് ആഡൊന്നും അല്ല, നല്ലൊരു സാധനം കണ്ടുകൊണ്ട് ഞാൻ പറയുവാണ്. ഞാൻ അതുകൊണ്ട് ഇത് കൂടുതൽ വാങ്ങി വെക്കും എപ്പോഴും. ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുമേ. സോ ഇതൊരു നല്ല സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. പ്രോട്ടീൻ അത്യാവശ്യം നല്ലതായിട്ട് കയറും. ഇതിൻ്റെ കൂടെ കുറച്ച് മീറ്റും കുറച്ച് വെജിറ്റബിൾസും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ 10-40 ഗ്രാം പ്രോട്ടീൻ ഒരു മീലിൽ നമുക്ക് കിട്ടും. അടിപൊളി. നമ്മുടെ വർദ്ധാൻ എത്തിയിട്ടുണ്ട്. നല്ല മഴ കേട്ടോ. രാവിലെ തുടങ്ങിയതാണ്. ആൾ ഉറങ്ങിയോ അതോ ഇനി TV കണ്ടുകൊണ്ടാണോ വരുന്നതെന്ന് ഒരു ഡൗട്ട്. ഓഹോ, ഗുഡ് ബോയ് ആയിട്ട് ഉറങ്ങി TV കാണാതെ. ഹലോ, എത്തി വീട്. ഹലോ, ഗുഡ് ബോയ്, ഉറങ്ങിയല്ലോ. അപ്പൊ എടുക്കട്ടെ? ബാ. സെയിം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോലെ ഫീൽ ചെയ്തു. ഇഷ്ടപ്പെട്ടോ? നോവാഞ്ചൊക്കെ അഞ്ജുവിനെ കണ്ട? അഞ്ജു എന്ത് പറഞ്ഞു? ഓ, വേദന കുറെ ദിവസമായിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞോ? വേറെ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ട്? സിയാനുണ്ടോ? ഷിയാനോ? മൈക്കിളൊന്നുമില്ല. ആണോ? ഓ, അടിപൊളിയാണ്. ആദ്യോ? ഡാനിയല് ആദ്യം ഉണ്ടോ? അപ്പൊ ആദ്യം ഇല്ല. ജിയാനോ? ഇല്ല. എന്തായാലും വേറെ പുതിയ കുട്ടികളൊക്കെ ഉണ്ടോ? എല്ലാരായിട്ട് ഫ്രണ്ട്സ് ആവണം കേട്ടോ. ബാ. അടുത്ത വേദുവിന്റെ ആക്ടിവിറ്റി ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദുവിന് കിക്ക് ബോക്സിംഗ് ഉണ്ട്. സോ അവന് ഡെയിലി മൺഡേ ടു സാറ്റർഡേ വരെ ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണ്. ഞാനാണെങ്കിൽ സ്വിമ്മിങ്ങിനും പോവാം. വേദു പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്കായി പോയി. ഞാനിവിടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ രാവിലെ ജിം, വൈകുന്നേരം സ്വിമ്മിംഗ് പൂൾ. പിന്നെ ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, വാക്കിംഗ് പാഡ് എന്ന് പറഞ്ഞൊരു സാധനം. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. സോ നമുക്ക് ഡെയിലി ഒരു 10,000 സ്റ്റെപ്സ് നടക്കാനായിട്ട് അതും ഹെൽപ്പ് ചെയ്യും. വെളിയിൽ എന്തായാലും ഇറങ്ങി നടക്കാൻ പറ്റില്ല. പിന്നെ ജിമ്മിൽ ചിലപ്പോൾ എനിക്ക് ഒരുമിച്ച് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. വർക്കൗട്ടും ഓട്ടവും നടത്തവും എല്ലാം കൂടെ. ഇതാകുമ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 10,000 സ്റ്റെപ്സ് നടന്നിട്ട് കിടക്കാമല്ലോ. ഹോപ്പ്ഫുള്ളി ഇറ്റ് ബി ഗുഡ്. വാക്കിംഗ് പാഡ് ഇപ്പോൾ ത്രെഡ്മില്ലിനെ കാട്ടി ഭയങ്കര പോർട്ടബിളും ആണ് ഇത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൽ തന്നെ സ്റ്റോറും ചെയ്യാം, ബെഡിൻ്റെ അടിയിൽ. സോ അത് വന്നിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറയാം. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഇത് അമ്മ ഓർഡർ ചെയ്തൊരു സർപ്രൈസ് സംഭവമാണ്. എൻ്റെ ഒരു സംഭവമാണ്. ആദ്യം ഒരു സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാം. ഷൂ കളക്ഷൻസ് പുതിയ ഷൂസ് വന്നിട്ടുണ്ട്. കിടിലൊരു കവർ എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഉടനെ പറയാം. സോ സ്വിമ്മിങ്ങിന് പോയിട്ട് വന്നിട്ട് കാണാം. വേദുവിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഗുഡ് ബോയ് ആയി അമ്മ അതേ നഖം വെട്ടുന്നുണ്ട്. എനിക്ക് നഖം വെട്ടാനേ അറിയില്ല കേട്ടാ. ഞാൻ കാരണം എൻ്റെ നഖം വെട്ടിയിട്ടേ ഇല്ലല്ലോ. കടിച്ച് അതെ, ഞാൻ നഖം കടിച്ച് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് നഖം വെട്ടാൻ അറിയില്ല. സോ അതുകൊണ്ട് വേദുവിന് നഖം വെട്ടുന്നത് ഒന്നില്ലെങ്കിൽ പ്രിയ അല്ലെങ്കിൽ അമ്മയായിരിക്കും. ഓക്കെ, അപ്പൊ നാളെ ഇനി ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോവാ. ഓക്കെ, ഡാനിയൽ കാണും, നവാഞ്ച് കാണും, എല്ലാരും കാണും. ഓക്കെ, അതെന്താ എന്താ അല്ലാത്ത? ഞാൻ ഉണ്ണി മാമിന് വീഡിയോ അയച്ചു കൊടുക്കാം വേദു പറയുന്നത്. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ നാളെ നമുക്ക് വേറൊരു അടിപൊളി വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.